ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന ഈ ഒരു പലഹാരം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കാം. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാവിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ മാവൊക്കെ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതും നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ളിയുടെയും മുട്ടയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചതച്ച് വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ചധികം മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലാക്സ് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കൂടെ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ചേർക്കാന്നേ ഉള്ളൂ കേട്ടോ. ചീസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ചീസും കോഴിമുട്ടയും എല്ലാം അതും കൂടെ നല്ല പോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മിക്സ് ചെയ്തതിന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് വലിയ ബോൾസ് മാവ് എടുക്കുക. എന്നിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് വലുതായിട്ട് തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് റൗണ്ട് ഷേപ്പുള്ള മൂടിയോ അടപ്പോ എടുക്കുക. എന്നിട്ട് ആദ്യം ഒരു റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോഴേ അതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ ഒരുപാട് തിങ്ങി നിറച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു റൗണ്ടിൻ്റെ ഉൾഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഞാൻ ഒന്നുകൂടെ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള അടപ്പ് കൊണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് വീണ്ടും നമ്മൾ പരത്തിയിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോന്നും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ചുട്ടിയെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ എണ്ണ ഒട്ടും കഴിക്കാൻ പറ്റാത്തവർക്ക് ഡ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും നല്ല പോലെ തന്നെ മൊരിഞ്ഞ് വന്നാൽ എടുത്തു മാറ്റാവുന്നതാണ് കേട്ടോ. കറി പോലും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതും കൂടിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുത്തു മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടിയും കോഴിമുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.